ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പാങ്ങോട് വാർഡിലെ ഒരു മുൻ RSS പ്രവർത്തകനാണ് CPIയുടെ സ്ഥാനാർത്ഥി. മുൻ അതായത് കുറച്ച് മാസങ്ങൾ ഏത് മാസം വരെ കുറച്ച് നാൾ മുമ്പ് RSS രാഷ്ട്രീയം വെടിഞ്ഞ്, ആശയം വെടിഞ്ഞ്, ആ തിന്മകളെ തിരിച്ചറിഞ്ഞ് ഒരാളല്ല 1000 പേർ വന്നാലും ഞങ്ങൾ സ്വീകരിക്കും. ആ ആശയത്തെ വെടിയണം, ആ വഴിയെ കുഴിച്ചു പോടണം. അത് എൻ്റെ വഴി അല്ല എന്ന് പറയണം, ആ വഴി തെറ്റാണെന്ന് പറയണം. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യും. സ്ഥാനാർത്ഥിത്വത്തിൻ്റെ വിഷയം അതല്ല, അത് വേറെ കാര്യം. ആ വിഷയം ഇല്ലെന്നേ. ഞങ്ങളുടെ പാർട്ടികളുള്ള എല്ലാവരും രാഷ്ട്രീയമായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണ്. എല്ലാവരും CPIക്ക് അത് ബോധ്യമുണ്ട്. കാക്ക മറന്ന് പറക്കട്ടെ, അപ്പോൾ അത് പറയാം. കാക്കയില്ലേ കാക്ക, അത് മറന്ന് പറക്കുമ്പോഴത്തെ ആലോചിക്കുക കാര്യം. ജമാഅത്ത് ഇസ്ലാമി ബന്ധം അല്ലെങ്കിൽ BJP ആയിട്ടുള്ള രഹസ്യബന്ധം ഇപ്പോഴേ നമ്മൾ ആരോപിക്കുന്നത് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ടല്ലോ. രാഷ്ട്രീയം പറയുമ്പോൾ ഈ രാഷ്ട്രീയം പറയാതിരിക്കില്ല. ഈ രാഷ്ട്രീയം ഉണ്ട് ഇവിടെ. അത് പുത്തൻ കാര്യമല്ല. കേരളത്തിലെ UDF രാഷ്ട്രീയത്തിൻ്റെ കാതലായിട്ട് ഈ വിഷയമുണ്ട് ഇവിടെ. കണ്ടടക്കാൻ പാടില്ല. RSSന്റെ ഫാസിസ്റ്റ് 2 മാസം മുമ്പ് വരെ, 2 മാസമല്ല 1 മാസം മുമ്പ് വരെ അവരുടെ വിജയദശമി ദിനത്തിൽ അവരുടെ മതസമ്മേളനത്തിൽ പങ്കെടുത്തു. ആ വേഷധാരിയായ ആള് ഇന്നലെ ഏതോ ഒരു ചാനലിൽ കൊടുത്ത ഒരു അനുഭവം എന്ന് പറയുന്നത് പെട്ടെന്ന് അയാൾക്ക് ഇടതുപക്ഷ ബോധം വന്നു എന്നുള്ളതാണ്. ഈ 1 മാസം കൊണ്ട് ഇടതുപക്ഷ ബോധം എങ്ങനെയായിരുന്നു? ഇടതുപക്ഷ ബോധം വരാൻ 1 മാസം വേണ്ട, 1 ദിവസം മതി ആ ബോധം വരാൻ. ആ പദം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അയാൾ ആ പദം തിരുത്തി. 1 മാസം എന്തിനായിരുന്നു? 1 മാസം എന്തിനാ? 1 മാസം വേണ്ട. എത്രയോ RSSകാർ മാറി വന്നിരിക്കുന്നു. എത്രയോ പേർ BJPയുടെ തീതുപ്പ് നേതാവായിരുന്നു തമിഴ്നാട്ടിലെ അവരുടെ അണ്ണാമലൈ. അറിയാലോ നിങ്ങൾക്ക്? മുൻ IAS ഉദ്യോഗസ്ഥൻ അണ്ണാമലൈ BJPയുടെ കൊടിമൂത്ത വക്താവായിട്ട് മാറി. നിമിഷം കൊണ്ട് സംസ്ഥാന പ്രസിഡൻ്റായി. തമിഴ്നാട്ടിലും എല്ലായിടത്തും നടന്ന് BJP മഹത്വം പറഞ്ഞു. ഇപ്പം എവിടെയാ അദ്ദേഹം? ഇപ്പം എവിടെയാ? ആ മാറ്റം ഉണ്ടായത് എങ്ങനെയാണ്? 1 കൊല്ലം കൊണ്ടാ ആ മാറ്റം ഉണ്ടായത്. തിരിച്ചറിവിൻ്റെ മാറ്റമാണത്. തിരിച്ചറിവിൻ്റെ മാറ്റം ആർക്കുണ്ടായാലും ശരി, ആ തിരിച്ചറിവിനെ കമ്മ്യൂണിസ്റ്റുകാർ സ്വാഗതം ചെയ്യും. ആർക്കുണ്ടായാലും.